നമസ്കാരം. എല്ലാവർക്കും സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേരള അങ്കണവാടി ഫ്രീഡം ഫോറം ചെയർമാൻ ആൻഡ് മെൻറ്റർ എന്നുള്ള കപ്പാസിറ്റിയിലാണ്. വലിയൊരു പ്രതിഷേധം അറിയിക്കാനാണ് ഈ വോയിസ് ഇടുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. പ്രതിഷേധം സർക്കാരിനോടും ക്ഷേമനിധി ബോർഡിനോടുമാണ്. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിൻ്റെ ക്ഷേമനിധി ബോർഡിനോടാണ് പ്രതിഷേധം. ഈ ചാനൽ എല്ലാവരും കാണുക, ആവശ്യമായ സംഭാവനകൾ അയച്ചു തരണം. അതുപോലെ തന്നെ ഈ മെമ്പർഷിപ്പ് എടുക്കണം. 89 രൂപ അടച്ചാൽ നിങ്ങൾക്ക് സാധാരണ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. സിൽവർ 199 അടച്ചാൽ ഗോൾഡൻ, 1999 അടച്ചാൽ ഡയമണ്ട് മെമ്പർഷിപ്പുകൾ എടുക്കാൻ പറ്റും. നിങ്ങൾ ജോയിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് കാണുന്ന വീഡിയോക്കാർ. പ്രതിഷേധ വിഷയം മറ്റൊന്നുമല്ല. ക്ഷേമനിധി ബോർഡ് ഒരു വലിയ ചതി, വഞ്ചന, ക്രൂരത കാണിച്ചിരിക്കുകയാണ്. മറ്റൊരു വാക്കുകളുമില്ല പ്രയോഗിക്കാൻ. 62 വയസ്സിൽ പെൻഷൻ പറ്റുന്ന ഒരു ചേച്ചി, ഒരമ്മ, ഇപ്പോൾ നേരത്തെ പെൻഷൻ പറ്റിയവരാണെങ്കിൽ 65-70 വയസ്സ് വരെയുള്ളവരൊക്കെ ഉണ്ട്. ചിലർ 80 വയസ്സ് നീണ്ടു ജീവിച്ചിരിക്കുന്നവരുണ്ട്, വയസ്സായി ജീവിച്ചിരിക്കുന്നവരുണ്ട്. കേരളത്തിൽ എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നു സർക്കാർ. ക്ഷേമനിധി ബോർഡുകാർക്കും പെൻഷൻ കൊടുക്കുന്നു. എൻ്റെ ഓണമാസത്തെ പെൻഷൻ ഇന്നലെയെങ്കിലും അവരെ ബുക്കിലെത്താത്തത്? അവർക്ക് പെൻഷൻ കൊടുക്കണ്ടേ? 2500 രൂപയല്ലേ കൊടുക്കുന്നുള്ളൂ. ക്ഷേമനിധി ബോർഡിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ത് പ്ലാനിങ്ങാണ് നടത്തുന്നത്? നിങ്ങളെ ആരാണ് ഇങ്ങനെ പ്ലാനിങ് പഠിപ്പിച്ചത്? നിങ്ങൾ കഴിഞ്ഞ 3 മാസത്തെ നേരത്തെ കൊടുത്തു, അതൊരു 2 മാസത്തെ കൊടുത്തിട്ട് ഇപ്പോൾ കൊടുത്താൽ മതിയായിരുന്നല്ലോ. 1 മാസത്തെ ഓണമാസം, അതിപ്പോൾ അപ്പോൾ കൊടുത്തത് തെറ്റെന്നല്ല. ഓണമാസം പൈസ കൊടുക്കണ്ടേ? 12 കോടി രൂപ സർക്കാർ അനുവദിച്ചു എന്നൊരു വാർത്ത വ്യാപകമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കറങ്ങുന്നുണ്ട്. ക്ഷേമനിധി ബോർഡിൻ്റെ പേരിൽ വ്യാപകമായി കടങ്ങുന്നുണ്ട്. എല്ലാ യൂണിയനുകളും എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട് 12 കോടി രൂപ സർക്കാർ അനുവദിച്ചു എന്ന്. എന്തായാലും അത് ഒരു സമയബന്ധിതമായി ഒന്ന് വാങ്ങിച്ചെടുത്ത് ഈ പെൻഷൻകാർക്ക് എല്ലാവർക്കും ഒരു പെൻഷൻ ഈ മാസം കൊടുക്കണ്ടേ? 2020 22 അതിന് കറക്റ്റ് വർഷം എനിക്കറിയത്തില്ല. പലരും പല വർഷങ്ങളാണ് ഈ വാട്സപ്പുകളിൽ പറയുന്നത്. അതുകൊണ്ട് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. ക്ഷേമനിധി ബോർഡിൽ അന്വേഷിച്ചിട്ട് വിവരം കിട്ടിയില്ല. ഞാൻ വീണ്ടും അന്വേഷിക്കുന്നതാണ്. 2020 അല്ലെങ്കിൽ 21 വരെ 1000 രൂപ ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തിരുന്നു. അതെങ്കിലും കൊടുക്കാത്തതേ സർക്കാരിനോട് പറഞ്ഞിട്ട്? ഇന്നലെ KN ബാലഗോപാൽ കേരളോദി പത്രത്തിൽ എല്ലാവർക്കും ഓണമുണ്ടെന്നുള്ള ലേഖനം എഴുതിയല്ലോ. വലിയ ലേഖനമായിരുന്നല്ലോ. ബാലഗോപാലിന്, വീണ ജോർജിനും നിരവധി MLA-മാരെ കത്ത് കിട്ടിക്കാണുമല്ലോ. 140 MLA-മാർ വഴി ഞങ്ങൾ കത്ത് കൊടുക്കണമെന്ന് അങ്കണവാടി ഫ്രീഡം ഫോറത്തിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ പാവപ്പെട്ട പെൻഷൻകാരോട് അഭ്യർത്ഥിച്ചിരുന്നു. ഒരുപാട് പേർ കൊടുത്തിട്ടുണ്ട്. MLA-മാർ കത്ത് കൊടുത്തു. ആ കത്ത് ഗവൺമെൻറ്റിലേക്ക് പോയിട്ടുണ്ടല്ലോ. ധനകാര്യ വകുപ്പിലേക്ക് വിളിച്ചപ്പോൾ അവിടെ നിന്ന് തന്നെ പറഞ്ഞല്ലോ ഒരുപാട് കത്ത് ഇവിടെ വന്നെന്ന്. വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീണ ജോർജിനെ ഓഫീസിൽ വിളിച്ചപ്പോൾ അവിടെയും ചെന്നു കുറേ കത്ത്. ഒരു വനിതയല്ലേ വനിതാ ശിശു വികസന സമിതിയുടെ ഡയറക്ടർ ഹരിത S. കുമാർ? ഒരുപാട് വനിതകളല്ലേ ഈ സംവിധാനം നയിക്കുന്നത്? ക്ഷേമനിധി ബോർഡിൽ ഒരുപാട് വനിതകളല്ലേ? ഒരു അങ്കണവാടിയുടെ ടീച്ചറായിരുന്ന CITO എന്ന് പറഞ്ഞൊരു യൂണിയൻ്റെ കൂടി നേതാവായിട്ടുള്ള, ഞാൻ യൂണിയനെ കുറ്റം പറയാനല്ല, അവരുടെ പദവി പറയുന്നതാണ്. അങ്ങനെ നേതാവായിട്ടുള്ള ഒരാളല്ലേ, അത് അവർക്ക് കൊടുക്കുന്നൊരു അംഗീകാരമായിട്ട് പറഞ്ഞല്ല, അവരെ കുറ്റം പറഞ്ഞല്ല. അങ്ങനെ ഒരു നേതാവായിട്ടല്ലേ അങ്കണവാടി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ? മാഡം, നിങ്ങൾ എന്താണിത് ഒരു ക്രൂരത പോലെ, ഇത് ഒരു വിനോദം പോലെ ചെയ്യുന്നത്? ക്ഷേമനിധി ബോർഡിലുള്ള എല്ലാവർക്കും ഓണമില്ലേ? നിങ്ങൾ ഓണം ആഘോഷിച്ച് കാണില്ലേ? നിങ്ങൾക്കെല്ലാവർക്കും ശമ്പളം കിട്ടുന്നില്ലേ? നിങ്ങൾക്കെല്ലാവർക്കും ഓണം അലവൻസ് കിട്ടുന്നില്ലേ? ഫെസ്റ്റിവൽ അലവൻസ് കിട്ടത്തില്ലേ? ഫെസ്റ്റിവൽ അഡ്വാൻസ്, ഓണം അഡ്വാൻസ് കിട്ടത്തില്ലേ? ഇത് വളരെ വേദനാജനകമായ കാര്യമാണ് മാഡം. പ്ലീസ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾ എന്ത് പ്ലാനിങ് ആണ് അവിടെ ഇരുന്ന് നടത്തുന്നത്? അവിടെ ഒരു CEO ഉണ്ടല്ലോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഞാൻ സംസാരിച്ചിരുന്നു നേരത്തെ ഫോണിൽ. നിങ്ങൾ എന്താണ് അവിടുത്തെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത്? നിങ്ങൾ ഏത് ലോകത്താണ് താമസിക്കുന്നത്? ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഓണം വരുന്നത്. അതിന് നിങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടോ? നിങ്ങൾക്ക് കലണ്ടർ ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ? നിങ്ങൾ ഫണ്ടില്ല എന്നുള്ള ഒരു കാര്യം, നിങ്ങൾ ആര് വിളിച്ചാലും ഫണ്ടില്ല,
അവിടെ 2 റിസപ്ഷനിൽ വിളിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പാവം കുട്ടികളാണ്. അവരെ കുറ്റം എന്തിനാണ് പറയുന്നത്? അവർ ഫോൺ എടുത്തിട്ട് പറയും ഫണ്ടില്ല. എന്തിനാ പാവപ്പെട്ട കുട്ടികളെ കുറ്റം പറയുന്നത്? അവിടെ ഇരിക്കുന്ന അത് ടെമ്പററി ആണോ കോൺട്രാക്റ്റ് ആണോ സ്ഥിരമാണോ എന്ന് എനിക്കറിയത്തില്ല. അവരെന്തിനാ കുറ്റം പറയുന്നത്? പറഞ്ഞു വന്നത് വളരെ വലിയ സങ്കടമാണ് ഉള്ളത്. ഒരു പ്ലാനിങ്ങിൻ്റെ പ്രശ്നമുണ്ട് ഇതിനകത്ത്, പണത്തിൻ്റെ പ്രശ്നമല്ല. ഒരു ആസൂത്രണത്തിൻ്റെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. കാരണം നമ്മൾ ഒരു വർഷത്തിൽ ഒരു പ്ലാൻ കലണ്ടർ ഉണ്ടാക്കിയാൽ ഓണമാസമാകുമ്പോൾ അവർക്ക് പണം കൊടുക്കണം. അതിനെന്ത് വില കൊടുത്തും സർക്കാരിൽ നിന്ന് പണം വാങ്ങണം. അത് നമ്മുടെ ബോർഡിൻ്റെ ഒരു ചുമതലയാണ്, ക്ഷേമനിധി ബോർഡിൻ്റെ. സർക്കാരിൽ പോയി തന്നെ വാങ്ങണം. പ്രത്യേകിച്ച് അനുകൂല കാര്യം എന്താണ്? CITUവിൻ്റെ നേതാവാണ്, വനിതയാണ്, അംഗനവാടി ടീച്ചറാണ്, വർക്കറാണ് ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ. നിങ്ങൾക്ക് മറ്റാരെക്കാളും ഈ വികാരം മനസ്സിലാവും. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് കടന്നൊരു ചോദ്യമായി പോവും. നിങ്ങൾ ശമ്പളം എടുക്കില്ലേ? അവിടെ ഉള്ളവർ നിങ്ങൾ ഓണം ആഘോഷിക്കില്ലേ? നിങ്ങൾക്കതിന് മാനസികമായി കഴിയുമോ? ധാർമ്മികമായി കഴിയുമോ? ഒരു ധാർമ്മിക രോഷമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ട മാഡം, പ്രിയപ്പെട്ട ക്ഷേമനിധിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ, നിങ്ങളോടൊരു വെറുപ്പുമുണ്ടല്ലോ ഇത് പറയുന്നത്. നിങ്ങൾ നിസ്സഹായരായിരിക്കാം. ഞാൻ ഒരു അങ്കണവാടി പെൻഷൻകാരെയും കണ്ടിട്ടില്ല കേരളത്തിൽ വ്യക്തിപരമായി. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിനകത്ത് വരുന്നു, അമ്മമാർ അഭിപ്രായം പറയുന്നു. മഹാപുരുഷ അമ്മമാരും DP പോലും ഇട്ടിട്ടില്ല പടം, ഏതെങ്കിലും പുഷ്പമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇട്ട്. ഞാൻ കണ്ടിട്ടില്ല ആരെയും. വല്ലപ്പോഴും എന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കും ഈ വിഷമങ്ങൾ സങ്കടം പറയാൻ. അവരുടെ കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണുനീരല്ല, രക്തമാണ്, വേദനയാണ് അവർക്കുള്ളത്. കാരണം എന്താണ്? അവർ ചാനൽ നോക്കുമ്പോൾ, പത്രം നോക്കുമ്പോൾ, മന്ത്രിമാരുടെ ലേഖനങ്ങൾ, എല്ലാവരുടെ ആഘോഷ കാർഡുകൾ, 12 കോടി രൂപ അനുവദിച്ചു എന്നുള്ള യൂണിയനുകളുടെ കാർഡുകൾ, പോസ്റ്ററുകൾ, സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ, കാർഡുകൾ, ആഘോഷ തിമിർപ്പാണ്. ഓണം എല്ലാവരും ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞ് മന്ത്രിമാരുടെ ലേഖന പരമ്പരകളാണ്. അപ്പോഴും ഒരു വിഭാഗം ആളുകൾ, തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ പൈസ, കൊടുക്കണ്ടെന്നല്ല, ആശാ വർക്കേഴ്സിനും കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. പാചക തൊഴിലാളികൾ കൊടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു. എന്നാൽ പലർക്കും കൊടുക്കുന്നില്ല. ഇതിലൊരു തീരുമാനം ഉണ്ടായേ കഴിയൂ. അവിടെ വിളിച്ചപ്പോൾ ഒരുപാട് അമ്മമാരോട് പറഞ്ഞത് 2023 പെൻഷൻ പറ്റിയവർക്കുള്ള പണം ഈ 12 കോടി ഓണത്തിന് മുമ്പ് കൊടുക്കുമെന്നാണ്. അതിൻ്റെ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ ഞാൻ തരട്ടെ. വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്, യൂണിയൻ്റെ പേരുമൊക്കെ വെച്ചിട്ട്. യൂണിയൻകാരോട് പൊറുക്കണം, നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്. പച്ചക്കള്ളമാണ് നിങ്ങൾ പറയുന്നത്. അമ്മമാരെ വഞ്ചിക്കരുത്. സ്ത്രീ ശാപം വലുതാണ്. അവർ പാവങ്ങളാണ്, മഹാഭൂരിപക്ഷവും രോഗികളാണ്. 40 വർഷം, 30 വർഷം, 20 വർഷത്തിൽ കുറഞ്ഞ ആരുമില്ല ഈ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ. ഇന്നവർ അധ്യാപകരാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു, പക്ഷെ അവർക്ക് ആനുകൂല്യം കിട്ടിയിട്ടില്ല. രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ കുട്ടികളെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഏറ്റവും കാഠിന്യമായിട്ടുള്ള ക്രിയാത്മകമായ പ്രായത്തിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കുന്ന അങ്കണവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും 10, 40, 30 വർഷം ജോലി ചെയ്തിട്ട് അവർ TV-യിലും പത്രത്തിലും എല്ലാവർക്കും ഓണത്തിന് പൈസ കുറച്ചെങ്കിലും കൊടുക്കുമ്പോൾ ഒരു പൈസയും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അർഹമായ പെൻഷനും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കൊടും ക്രൂരതയാണ്, ചതിയാണ്, വഞ്ചനയാണ്. സ്ത്രീകളോട്, അമ്മമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ വളരെ ശക്തമായ ഭാഷയിലാണ് പറയുന്നത്, നിങ്ങൾ കഴിയുന്നതും വേഗം ആളുകൾക്ക് കൊടുക്കണം. ഓണം കഴിഞ്ഞും ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്ത സംഭവങ്ങളുണ്ട് ഇവിടെ. ഞാൻ തന്നെ ഇടപെട്ട് വാങ്ങിക്കൊടുത്ത സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് MLA-മാരുടെ ഈ കത്തുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് നിവേദനങ്ങളും വിളികളും പരിദേവനങ്ങളും കരച്ചിലും കണ്ണുനീരുമെല്ലാം കണ്ടുകൊണ്ട് ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സണോട് പറയാനുള്ളത്, ഓണം കഴിഞ്ഞാലും നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോകണം, 2 മന്ത്രിമാരെയും കാണണം, ഡയറക്ടർമാരെ എല്ലാവരെയും കണ്ടിട്ട് ഈ ഓണത്തിന് 1000 രൂപ ഫെസ്റ്റിവൽ അലവൻസ്, 1200 രൂപ ഫെസ്റ്റിവൽ അലവൻസ് സകല അംഗനവാടി പെൻഷൻകാർക്കും വാങ്ങിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്താൽ, നിങ്ങൾ അങ്ങനെ ഒരു കത്ത് ഫോർവേഡ് ചെയ്താൽ അത് എനിക്ക് കൂടി അയച്ചു തരണം. അത് ഞങ്ങളും ഫോർവേഡ് ചെയ്യും.
ഞങ്ങളുടെ ലെവലിൽ ഞങ്ങളും ചെയ്യും, യൂണിയൻകാർക്ക് കൊടുക്കുക, അവരുടെ ലെവലിൽ അവരും ചെയ്യട്ടെ. ഈ ഒത്തൊരുമയിൽ അമ്മമാരുടെ കണ്ണുനീർ കുറയട്ടെ.